ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെൻ്റ് ആണ് എന്നാണ് സായിഗ്രാമം ചെയർമാൻ പറയുന്നത്. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? ഞാൻ ആ വീഡിയോ ക്ലിപ്പിങ്സ് മുഴുവൻ എടുത്ത് ഞാൻ ഡാമേജസിന് നോട്ടീസ് അയക്കും. അയാളത് പ്രൂവ് ചെയ്യേണ്ടി വരും. ഞാൻ ബഹുമാനിച്ചിരുന്നയാളാണ്, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഞാൻ ബഹുമാനിച്ചിരുന്നയാളാണ്. പൊതുവെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും അനന്തകുമാർ ഇങ്ങനത്തെ നുണകൾ പറയരുത്. നുണകൾ തെളിയിക്കാൻ വളരെ വിഷമമാണ്. ഞാൻ കൊടുക്കും. ഞാൻ ക്ലിപ്പിങ്സ് എടുത്ത് എന്നെക്കുറിച്ച് പറഞ്ഞ നുണകൾക്ക് ഞാൻ മാനനഷ്ട കേസുകൾ കൊടുക്കും. അന്വേഷണം എൻ്റെ മേൽ തിരിച്ചുവിട്ട് എന്നെ പ്രതിയാക്കി എന്നെ ജയിലിലാക്കിയാൽ കിട്ടുന്ന നേട്ടം എന്താണെന്ന് കൂടെ അദ്ദേഹം പറയണം. അദ്ദേഹമാണ് പ്രതിയാകേണ്ടയാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന് പോലീസിനറിയാം. അക്കൗണ്ടുകൾ കഥ പറയില്ല, സത്യം പറയും. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2019 അവസാനമായിരിക്കും. BTHലൊരു യോഗമുണ്ടെന്നും മേഡം വന്ന അനന്തകുമാർ സാറിനെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് അനന്തകൃഷ്ണനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ BTHൽ വെച്ച് കണ്ടതാണ്. അവിടെ ഒരു ഭജനയും നിലവിളക്കും കുറച്ച് നോർത്ത് ഇന്ത്യൻസും 1-2 വിദേശികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബിഷപ്പിൻ്റെ ഒരു സഹോദരനുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വെച്ച് കാണുന്നത്. അത് 2019 ആകാനാണ് സാധ്യത. പിന്നെ ഞാൻ ഒരിക്കലും അനന്തകുമാറിൻ്റെ ഓഫീസിൽ പോയിട്ടില്ല. ഞാൻ പോയിട്ടുള്ളത് അനന്തകുമാറിൻ്റെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഈ സാധാരണക്കാരായ ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് അനന്തകുമാറിൻ്റെ കൂടെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ മുഴുവൻ ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവ് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ കാണും. ഞാനൊരു ക്രീം കളറിലെ പിരമിഡ് പോലത്തെ ബ്രൗൺ ഡിസൈനുള്ള ഒരു സാരി ഉടുത്ത് ആ സത്യസായി പ്രതിമയുടെ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിലോ എൻ്റെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണും. അതാണ് ഞാൻ പോയിരിക്കുന്ന ആദ്യത്തെ ദിവസവും ഏക ദിവസവും. പിന്നെ ഞാൻ പോയിട്ടില്ല അവിടെ. അദ്ദേഹം എന്നോട് ഫോൺ ചെയ്ത് എറണാകുളത്ത് എന്തോ ജൈവവളം കൃഷി അങ്ങനത്തെ സാധനങ്ങളെല്ലാം വിൽക്കാൻ ഏതെങ്കിലും ഉപയോഗിക്കാത്ത സ്കൂളിൻ്റെ വരാന്ത കിട്ടുമെങ്കിൽ ആ വരാന്തയിൽ കച്ചവടം ചെയ്ത് ഞങ്ങളുടെ സാധാരണക്കാരെ വിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അന്വേഷിച്ച് പറയാമെന്നും പറഞ്ഞിരുന്നു. പിന്നെ ആ വിഷയം മുമ്പോട്ട് പോയില്ല. ഇത്തരം കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഒരു പൊളിറ്റിക്കലി താങ്കൾക്ക് നേരെ നേരത്തെ പറഞ്ഞല്ലോ ആരോപണം, അതുപോലെ ഒരു പ്രതിക്കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത്, അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ എന്ത് ലാഭമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി പോലീസ് ചോദ്യം ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജനങ്ങളോട് പറയുന്നുണ്ട്. ഇതിനപ്പുറം എനിക്ക് പോലീസിനോടും പറയാനില്ല. പിന്നെ എനിക്കറിയാവുന്ന ചില പേരുകളെക്കുറിച്ച് ഞാൻ മാധ്യമങ്ങളോട് പറയില്ല, പോലീസിനോടേ പറയൂ. അത് എൻ്റെ മര്യാദയാണ്. പിന്നെ എൻ്റെ കക്ഷിയെ ഞാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളും കക്ഷി എന്നോട് പറഞ്ഞ കാര്യങ്ങളും എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല, പോലീസിനോടേ പറയാൻ കഴിയും. ഈ അനന്തകുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പോലീസിനോടും അനന്തകൃഷ്ണന് പറയാനുണ്ടെങ്കിൽ പറയട്ടെ. അനന്തകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതിയല്ല. നമ്മൾ ചോദിച്ചാൽ പോലും കൃത്യമായ ഉത്തരം തരാൻ അറിഞ്ഞുകൂടാത്ത കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്കും കിട്ടാറില്ല. അതിനൊരു കൃത്യമായ ഒരു ഉത്തരം തരാനുള്ള കഴിവ് പോലും ആ കുട്ടിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, എനിക്ക് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ തന്നെ പറയും, കൃത്യമായ ഉത്തരങ്ങൾ തരാതെയും എന്നോട് മുഴുവൻ പറയാതെയും ഞാൻ എങ്ങനെയാണ് നിയമോപദേശം തരിക എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് ഞാൻ മാത്രമായിരിക്കില്ല, അനന്തകൃഷ്ണനുമായി ബന്ധപ്പെടുന്ന എല്ലാവരും പറയും കൃത്യമായി ഒരു കാര്യത്തിന് ഉത്തരം തരൂല. ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായൊരു ഉത്തരം കിട്ടൂല. അത് ഞാൻ മാത്രമല്ല, അതെനിക്ക് തോന്നുന്നു ഉത്തരം പറയാൻ അങ്ങനത്തെ ഒരു ഉത്തരം പറയാനുള്ള കഴിവ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ മാത്രമല്ല, അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയും കൃത്യമായൊരു ഉത്തരം കിട്ടാൻ പാടാ. പിന്നെ ഇപ്പോൾ നിലവിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആനന്ദകുമാറിനെതിരെ കൊടുക്കും. ആനന്ദകുമാറിനെ പോലെ ഞാൻ ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യൻ
ഇത്രയും അടിസ്ഥാനരഹിതമായി, അതും ഈ വാർദ്ധക്യത്തിൽ പറയരുത്. ജീവിതമാണ്, വാർദ്ധക്യത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എത്രയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടി വരും. ഞാൻ ബഹുമാനിച്ചത് ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയെയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്.